ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് ഞാൻ പറയാവുന്നത് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് കേട്ടോ. 2 ഭാഗത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു. ഇന്ന് മൂന്നാമത്തെ ഭാഗം പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കേന്ദ്രീകരണങ്ങളുണ്ട്. കേന്ദ്രീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൂട്ടുകാരെ കേന്ദ്രീകരണമായിരിക്കാം, നമ്മൾ ബിസിനസ് കേന്ദ്രീകരണമായിരിക്കാം, നമ്മൾ ജോലികൾ കേന്ദ്രീകരണമായിരിക്കാം, നമ്മൾ ബന്ധു കേന്ദ്രീകരണമായിരിക്കാം. അങ്ങനെ ഒരുപാട് കേന്ദ്രീകരണങ്ങളുണ്ട്. നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്? നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റുന്നുണ്ടോ ഈ ബുക്ക് വായിക്കുമ്പോൾ? നമ്മൾ ബിസിനസ് കേന്ദ്രീകരണം എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ചിലർ ബിസിനസ് മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും എന്ത് സാഹചര്യം വന്നാലും അവർക്ക് ആ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ മാത്രമായിരിക്കും അവരുടെ ഉള്ളിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. 24 മണിക്കൂറും അവരൊരു വിശ്രമവേളയിലിരിക്കുന്ന സമയം ഒഴികെ ബാക്കിയുള്ള എല്ലാ സമയത്തും അവർക്ക് അത് മാത്രമായിരിക്കും അവരുടെ ചിന്ത. അതാണ് ബിസിനസ് കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരായിട്ടുള്ള കേന്ദ്രീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്, ചില ആൾക്കാർക്ക് എപ്പോഴും കൂട്ടുകാർ വേണം. എപ്പോഴും എന്ത് കാര്യത്തിനും, ഇപ്പോൾ ഒരു പുറത്തിറങ്ങാനും, ഇപ്പോൾ ഒരു ബന്ധു വീട്ടിൽ പോകാനും, സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും കൂടി ഒരു കൂട്ടുകാരെ ആവശ്യമുള്ള ആൾക്കാരുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കൂട്ടുകാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമാണ് അവർ മുൻഗണന കൊടുക്കുന്നത് കൂട്ടുകാർക്കാണ്. അതാണ് കൂട്ടുകാർ കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് നമ്മൾ എന്താണ് ബന്ധു കേന്ദ്രീകരണം എന്ന് പറയുന്നാൽ, ചിലവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ചില കാര്യങ്ങളല്ല മിക്കവാറും അവർ മുൻഗണന കൊടുക്കുന്നത് ബന്ധുക്കൾക്കായിരിക്കും. അവരുടെ എല്ലാ പ്രവർത്തികളിലും എല്ലാ കാര്യത്തിലും ബന്ധുക്കൾ വേണം. അപ്പോൾ അവരെയാണ് ബന്ധു കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ചിലർ തൊഴിൽ കേന്ദ്രീകരണം എന്ന് പറയും. തൊഴിൽ കേന്ദ്രീകരണം എന്ന് വെച്ചാൽ അവർ മുൻഗണന കൊടുക്കുന്നത് തൊഴിലിനാണ്, ജോലിക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ആ ജോലിയിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് അതാണ് മുൻഗണന കൊടുത്ത് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും മറ്റു സാഹചര്യങ്ങളൊക്കെ അവർക്ക് രണ്ടാമത് മൂന്നാമത് വരുന്ന കാര്യങ്ങളാണ്. അതിനെയാണ് നമ്മൾ തൊഴിൽ കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പറയുന്നത് ധനകേന്ദ്രീകൃതം ആണ്. അതിൽ പറയുന്നത്, ജനജീവിതത്തിലെ ഏറ്റവും സാധാരണവും യുക്തിസഹവുമായ മറ്റൊരു കേന്ദ്രബിന്ദുവാണ് പണമുണ്ടാക്കുക എന്നത്. മറ്റേതൊരു മേഖലയിലും ഗണ്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം കൂടിയേ തീരൂ. ശാരീരികവും അതിജീവനവും സാമ്പത്തിക സുരക്ഷിതത്വവുമാണ് ആവശ്യങ്ങളുടെ പട്ടിക പ്രഥമ സ്ഥാനത്തുള്ളത്. അടിസ്ഥാനപരമായ ഈ ആവശ്യം ഏറ്റവും കുറഞ്ഞ തോതിലെങ്കിലും നിറവേറ്റാത്ത പക്ഷം മറ്റുള്ള ആവശ്യങ്ങൾ പ്രയോഗക്ഷമമാവുക പോലുമില്ല. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാമ്പത്തികം വളരെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മളെല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ശാരീരികമായ, മാനസികമായതും ബുദ്ധിപരമായതും ഒക്കെ ഉള്ള നമുക്ക് ശക്തി ആവശ്യമാണ്. അപ്പോൾ ധന കേന്ദ്രീകൃതമായത് ഒരാൾക്ക് ആ ധനത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെയോ എനിക്ക് പ്രിയപ്പെട്ടവരുടെയോ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി മതി ധനകേന്ദ്രീകരണത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ ചുറ്റപ്പെട്ട ബന്ധുക്കളുടെയോ ആരുടെയും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ധനത്തിൻ്റെ അതിൻ്റെ പോരായ്മ അവിടെ. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രം വരണമെന്നില്ലല്ലോ. മറ്റുള്ളവരൊരു ജീവിതം കണ്ടുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മുൻകൂട്ടി വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഒരു കുട്ടിയോട് ഒരച്ഛൻ പറയാണ്, ഞാൻ ഇന്ന കാര്യത്തിന് നമുക്കൊരു സർക്കസ് കാണാൻ പോകാമെന്ന്. പക്ഷേ ആ സർക്കസ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരാണ്, അർജൻറ്റായി ഓഫീസിലേക്ക് എത്തണം, അത്യാവശ്യ കാര്യമാണെന്ന്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിൻവലിയുന്നു, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട് അദ്ദേഹത്തോട്, ജോലിക്ക് പോകാമായിരുന്നില്ലേ, ആ ആവശ്യത്തിലേക്ക്, ജോലി സംബന്ധമായ കാര്യത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇല്ല, എനിക്ക് എൻ്റെ കുട്ടികളുമൊത്ത് സർക്കസ് കാണാൻ പോകണം, ഞാൻ അവർക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നതും കൂടി അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് കാര്യം എന്ന് വെച്ചാൽ, ആ കുട്ടികൾ എന്നും എക്കാലത്തും ആ ഒരു സംഭവം ഓർത്ത് വയ്ക്കും. എൻ്റെ പിതാവ് ഞങ്ങളെ കൂടെ സർക്കസ് കാണാൻ വന്നല്ലോ, ആ വാഗ്ദാനം പാലിച്ചല്ലോ എന്ന്. അത് ജീവിതകാലം മുഴുവനും ആ കുട്ടികൾ ഓർത്ത് വയ്ക്കും. അതാണ് അദ്ദേഹം അതിൽ നിന്ന് പറയുന്നത്, എനിക്കിപ്പോൾ മുൻഗണന കൊടുക്കുന്നത് ഈ കുട്ടികളെ കൂടിയുള്ള യാത്രയാണെന്നാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. പറയുന്നത് സ്വത്ത് കേന്ദ്രീകൃതമാണ്. സ്വത്ത് കേന്ദ്രീകൃതം എന്നുദ്ദേശിക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്ന വീട്, കാറ്,
നമ്മൾ സമ്പാദിക്കുന്ന ഭൗതികമായ സംഭവങ്ങൾ എല്ലാം സ്വത്ത് കേന്ദ്രീകൃതമാണ്. അത് നമ്മളെ സമൂഹത്തിലൂടെ നമ്മളുടെ വിലയും കൂടി ഉൾപ്പെടുത്തുന്നു വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഈ സ്വത്ത് സമ്പാദിക്കുന്നത്. പക്ഷേ അതൊക്കെ മറ്റൊരു കാരണങ്ങളെ കൊണ്ട്, നമ്മൾ അദൃശ്യമായ കാരണങ്ങളെ കൊണ്ടൊക്കെ ഏത് നിമിഷവും അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സ്വത്ത് കേന്ദ്രീകൃതത്തിൽ പറയുന്നുണ്ട്, കൂടുതൽ വിപുലമായി പറയുന്നുണ്ട് സ്വത്ത് കേന്ദ്രീകൃതം ഉള്ള ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ. കേന്ദ്രീകൃതം ആയ ആളുകൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഉയർത്തിക്കൊണ്ട് വരുന്നത് അവർക്ക് വീട്, കാറ്, അവരുടെ ബാങ്ക് ബാലൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാലോ, അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്തൊക്കെ അവർ വളരെ അധികം മാനസികമായിട്ട് പ്രയാസപ്പെടും. തൻ്റെ സ്വത്ത് കേന്ദ്രീകൃതമായ ആൾക്കാർ എപ്പോഴും അങ്ങനെ ആയിരിക്കും അവരെ ചിന്തകൾ മുഴുവനും. പിന്നെ തന്നേക്കാൾ ഉയർന്ന ആൾക്കാരൊക്കെ അവരെ അടുത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ, അവർക്കൊരു അപകർഷതാബോധം തോന്നും സ്വത്ത് കേന്ദ്രീകൃതമായ ആളുകൾക്ക്. പിന്നെ അവരെക്കാൾ താഴ്ന്ന ആൾക്കാർ അവരെ എടുത്തെത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയവനെന്ന് അവർക്ക് തോന്നും. ഇങ്ങനെ രണ്ട് വിഭാഗത്തിലും ഉൾപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ സ്വത്ത് കേന്ദ്രീകൃതമായ ആൾക്കാരുകൾ. അതും ഈ ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. സന്തോഷ കേന്ദ്രീകൃതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ വ്യക്തികളും അവർക്ക് സന്തോഷം വേണം. സന്തോഷം ശരിക്കും പറഞ്ഞാൽ സ്വത്ത് സംബന്ധമായ ധനസംബന്ധമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല പല കാര്യങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടും. അവർക്ക് പെട്ടെന്ന് മടുപ്പ് വരും. അപ്പോൾ TV കാണുക, ഗെയിമുകൾ കളിക്കുക, പുറത്ത് പോവുക, വിനോദങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെ അവർ ചെയ്താൽ അവർക്ക് മനസ്സിന് തൃപ്തി വരില്ല. അവരെപ്പോഴും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ച് അവർ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും തോറും അവർക്ക് തന്നെ നാശമാണ് അവർ വിതച്ചു കൊണ്ടിരിക്കുന്നത്. അത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഈ ബുക്കുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മളിത് മനസ്സിരുത്തി വായിക്കണം. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ പല കേന്ദ്ര ബിന്ദുക്കളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ബുക്കിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സന്തോഷ കേന്ദ്രീകൃതത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ജീവിച്ച് കഴിയുന്തോറും പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ജീവിതകാലത്തിൽ നമ്മൾ ചെയ്തതും നമ്മൾ തിന്നതും കുടിച്ചതും നമ്മൾ വാങ്ങിച്ചു കൂട്ടിയതും നമ്മൾ ഭ്രമിച്ചതുമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അക്കാലത്ത് അതാണ് ഏറ്റവും വലുതെന്ന് കരുതി നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഏറ്റവും വൃത്തികേടാണെന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കേട്ടോ ഈ സന്തോഷ കേന്ദ്രീകൃതം ഉള്ള ആളുകളിൽ. അപ്പോൾ അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തൊക്കെയാണ് ഭ്രമിച്ച് ചെയ്തിരിക്കുന്നത്, നമുക്ക് വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ, നമ്മൾ കഴിച്ചു കൂട്ടിയ സാധനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അക്കാലത്ത് നമുക്ക് അതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷെ പിന്നീട് കഴിയുന്തോറും അത് നമുക്കൊരു വൃത്തികെട്ടതും അതൊരു ഹീനമാക്കപ്പെട്ട കാര്യവുമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതും ഇതിൽ പറയുന്നുണ്ട് സന്തോഷ കേന്ദ്രീകൃത ആളുകളുടെ കാര്യങ്ങളിലേക്ക് കേട്ടോ. കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിലൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഒരു വ്യക്തി അയാളുടെ മേലുദ്യോഗസ്ഥൻ്റെ ശത്രുവായി കണ്ടിട്ട് അയാൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോയിട്ടോ. പിന്നീട് ഇതിൻ്റെ കാരണം തിരക്കിയപ്പോൾ പറയുന്നത്, ആ മേലുദ്യോഗസ്ഥൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ജോലി തുടരാൻ പറ്റുമായിരുന്നു, ഞാൻ നല്ലൊരു പൊസിഷനിൽ എത്തുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ബുക്ക് എഴുതിയ ആൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ കേന്ദ്ര സ്ഥാനത്തേക്ക് ഈ മേലുദ്യോഗസ്ഥന് കൊണ്ടുവന്നത് എന്താണെന്ന്. അയാളുടെ മേലുദ്യോഗസ്ഥനെ സ്വാധീനിച്ചത് കൊണ്ടല്ലേ ഇയാൾക്ക് ഈ ജോലി ഉപേക്ഷിക്കേണ്ടുന്നത്. അപ്പോൾ ഒരു ശത്രുക്കളെയും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയുന്ന ഒരു കാര്യം കേട്ടോ ശത്രു കേന്ദ്രീകരണത്തിൽ. നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ബുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്നും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു.